പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ആദ്യ വെള്ളിയാഴ്ച ശരിക്കും നന്നായിട്ട് ബലിയർപ്പിച്ച് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിന് ഏറ്റവും കൂടുതൽ ധ്യാനിക്കേണ്ട ദിവസമാണ് ശരിക്കും ആദ്യ വെള്ളി എന്നുള്ളത്. മാസത്തിലെ അതും ഇന്ന് വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാണല്ലോ അല്ലേ, ജനുവരി. ഞങ്ങൾ ഇന്നലെ അട്ടപ്പാടിയിലായിരുന്നു. ബഹുമാനപ്പെട്ട ഓട്ടായച്ചൻ്റെ കൂട്ടായ്മയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് പിന്നെ നമ്മളുടെ അച്ഛൻ്റെ ഈ ഹോറർ മിനിസ്ട്രിയിൽ ശരിക്കും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പുരുഷന്മാരായിട്ടാണ് ഇന്നലെ പോയത്. അത് വലിയൊരു സംഭവമാണ് കേട്ടോ. കുടുംബനാഥന്മാർ കർത്താവിനെ അറിഞ്ഞാൽ പ്രിയ സഹോദരങ്ങൾ, അത് ഭയങ്കരമായൊരു മാറ്റം ആണെന്ന് എനിക്ക് ഇന്നലെ ശക്തമായൊരു ബോധ്യം കർത്താവ് നൽകിയത്. കുടുംബനാഥന്മാർ കർത്താവിന് നാഥനും രക്ഷകനുമായിട്ട് ഏറ്റുപറയും. എളുപ്പമല്ല, പിശാച് പല വിധത്തിൽ അതിനും പോരും. പക്ഷേ ഞങ്ങൾ ഇന്നലെ ശരിയാ ഒരു മേഖലയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനം 3:3 വചനം വെളിപ്പെടുത്താണ്. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചം. എൻ്റെ സുഹൃത്തുക്കളല്ല, രാഷ്ട്രീയക്കാരല്ല, പണമല്ല, സ്വാധീനമല്ല. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. അതായത് എൻ്റെ തല ഇങ്ങനെ താഴാനായിട്ട് കർത്താവ് അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ സോജിസിനാണെന്ന് സംശയമുണ്ട്. നമ്മുടെ തല താഴ്ത്തേണ്ട കാര്യമില്ല. കാരണം കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ തല താഴ്ത്തി. അതാർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാണ്. എൻ്റെ ശിരസ് ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ശിരസ് ഉയർത്തി നിൽക്കാനായിട്ട് എൻ്റെ ദൈവം എന്നെ അനുവദിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, ഇത് കാണുന്ന ഓരോ മകൻ, ഓരോ മകള് അല്ലെങ്കിൽ ശരിക്കും തളർന്ന അവസ്ഥയിൽ ശിരസ് ശരിക്കും താഴ്ത്തി നിൽക്കുന്ന, ഉയർത്താൻ പോലും പറ്റാത്ത വിധത്തിൽ വേദന അനുഭവിക്കുന്ന മക്കള് ഈ വചനം കേൾക്കുന്ന മാത്രയിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.